Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ എവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് Discarding the equipment. ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് വരെ എടുത്തു അല്ലെ? ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് 5 പോയിന്റ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നത് അല്ലെ? ഏതൊക്കെയായിരുന്നു 5 പോയിന്റ്സ്? Planning for the equipment, purchasing of equipment, maintenance of equipment, utilization of equipment, discarding of equipment. Okay, very good. അപ്പൊ 5 പോയിന്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു അല്ലെ? പ്ലാൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു 9 സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് അത് മെയിൻ്റനൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. മെയിൻ്റനൻസ് ചെയ്യാതിരുന്നാൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ എങ്ങനെ ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്തത് ശരിയായ രീതിയിൽ അല്ലെ? 80 മുതൽ 90% വരെ ആയിരിക്കും അതിന്റെ ഉപയോഗം. ഒത്തിരി ഉപയോഗം കുറയാനും പാടില്ല, കൂടാനും പാടില്ല അല്ലെ? അധികമാവാനും പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഡിസ്കാർഡ് ചെയ്യുന്ന ഐറ്റംസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ? നമ്മൾ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റീസെല്ലിംഗ് ചെയ്യാം അല്ലെ? സ്ക്രാപ്പിലേക്ക് നമുക്ക് വീണ്ടും വിൽപ്പന നടത്താം അല്ലെ? നമുക്ക് അതിന്റെ സ്ക്രാപ്പ് വാല്യൂ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റലുകളിലേക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം? കൊടുക്കാം അല്ലെ? ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്നാക്കാട്ടോ. അവിടെ ക്യാപിറ്റൽ എന്നാക്കാട്ടോ. ഓക്കെ, പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ഒരു ഓർഡിനറി പർച്ചേസ് ചെയ്യുന്നതും ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് മൂലധനം അല്ലെ? ഒരുപാട് വില മുടക്കി നമ്മൾ വാങ്ങുന്ന എക്യുപ്മെന്റ്സുകളാണ് അല്ല? അതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? പ്രധാന വ്യത്യാസങ്ങൾ എന്തായിരിക്കും? ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് പറയാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഫസ്റ്റ് എന്താ? എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ, ചർച്ച നീളുക അല്ലെ? ഒരു എക്യുപ്മെന്റ്സ് ഇപ്പൊ ഒരു ഓർഡിനറി പർച്ചേസോ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട പർച്ചേസും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏതിനായിരിക്കും ഒരുപാട് ചർച്ചകൾ ആവശ്യമായി വരുന്നത്? ഏതിനായിരിക്കും? ഒരു ഓർഡിനറി പർച്ചേസിനാണോ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിനാണോ ഒരുപാട് ചർച്ചകൾ ആവശ്യമായി വരുന്നത്? വെരി ഗുഡ്, ക്യാപിറ്റൽ പർച്ചേസിനാണ് അല്ലെ? കാരണം എന്താ? നമ്മൾ ഒരുപാട് മുതൽ മുടക്കിയാണ് ആ ഒരു ഉപകരണം വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ചർച്ചകളൊക്കെ നടത്തി തീരുമാനങ്ങൾ എടുത്ത് തന്നെയായിരിക്കും നമ്മൾ വാങ്ങുക അല്ലെ? പെട്ടെന്നൊരു തീരുമാനത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു ഡിസിഷന്റെ പുറത്തല്ല നമ്മൾ വാങ്ങുന്നത്. എപ്പോഴും എക്സ്റ്റെന്റ് ഓഫ് നെഗോഷിയേഷൻ, ചർച്ച നീളുന്നത് ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് പർച്ചേസ് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതലായിരിക്കും അല്ലെ? ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. ക്ലിയർ ആണോ അത്? സെക്കൻഡ് വൺ ആണ് ലീഡ് ടൈം റിക്വയർമെന്റ്. എന്താ? ഡെലിവറി ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലെ? നമ്മൾ അത് സാധനം ഓർഡർ ചെയ്തു, അത് ഡെലിവറി ചെയ്യുന്നത് വരെ എടുക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു ടൈമാണ് ലീഡ് ടൈം. അത് ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? ഏറ്റവും കൂടുതൽ സമയം ക്യാപിറ്റലിനായിരിക്കും. കാരണം എന്താ? അപ്പൊ നമ്മൾ പറയുന്ന ആ ഒരു ഉപകരണം ചിലപ്പോ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല, അവരത് മാനുഫാക്ചർ ചെയ്യുന്നവരായിരിക്കും ചിലപ്പോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സർവീസ് ഏതാണോ, നമ്മൾ ഉദ്ദേശിക്കുന്ന എക്യുപ്മെന്റ് ഏതാണോ അതിനനുസരിച്ച് ചിലപ്പോൾ അവർക്ക് അത് ഉണ്ടാക്കി നമുക്ക് വിതരണം ചെയ്യേണ്ടതായിട്ട് ഒരു അവസ്ഥ വരാം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ലീഡ് ടൈം എടുക്കുന്നത് ഹൈ ഇൻ ക്യാപിറ്റൽ പർച്ചേസിനാണ് ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ് ആണ്. മൂന്നാമതായിട്ട് സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ, ചിലവാകുന്ന തുകയുടെ വലിപ്പം അല്ലെ? ഏറ്റവും കൂടുതൽ തുക ചിലവാകുന്നത് ഏത് തരം പർച്ചേസിനായിരിക്കും? ഓർഡിനറി പർച്ചേസിനാണോ ക്യാപിറ്റൽ പർച്ചേസിനാണോ ഏറ്റവും കൂടുതൽ തുക ചിലവാകുന്നത്? പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലെ?
ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന് വേണ്ടിയിട്ടാണ്. അപ്പോ അവിടെയും എന്താ പറയുന്നത്, വെരി ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് അല്ലെ. സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ, നമ്മുടെ ചിലവാകുന്ന തുകയുടെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വലുപ്പം, ഒരു ഓർഡിനറി പർച്ചേസിനേക്കാളും വെരി ഹൈ ആയിരിക്കും ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് എന്ന് പറയുന്നത്. നാലാമതായിട്ട് അവൈലബിലിറ്റി ഓഫ് സോഴ്സസ്, സ്രോതസ്സിന്റെ ലഭ്യത. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സപ്ലയേഴ്സിന്റെ ഒക്കെ ലഭ്യത അല്ലെ. സപ്ലയേഴ്സ് എപ്പോഴും ലഭ്യത കുറവുള്ളത് ഏതിനായിരിക്കും, ഒരു ഓർഡിനറി പർച്ചേസിനായിരിക്കോ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിനായിരിക്കോ? സപ്ലയേഴ്സ് ഒരുപാട് ഉണ്ടാവുക ഓർഡിനറി പർച്ചേസിനാണ് അല്ലെ. അതേസമയം നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് തുക ചിലവാക്കി നമ്മൾ വാങ്ങുന്ന ഉപകരണങ്ങളാണ്. അപ്പൊ അത് സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും കുറവായിരിക്കും അല്ലെ. നമ്മൾ ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തി വേണ്ടി വരും അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ട്. അതുകൊണ്ട് വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്, അവരുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ആ സപ്ലയേഴ്സിന്റെ ലഭ്യത അല്ലെങ്കിൽ സ്രോതസ്സിന്റെ ലഭ്യത എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്തിന്റെ കേസില്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന്റെ കേസില്. ക്ലിയർ ആയോ? 4 ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് 3 ways to obtain an item to an organization. ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് ഒരു ഐറ്റം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 3 വഴികളിലൂടെയാണ് നമുക്ക് ആ ഒരു ഐറ്റം കിട്ടുന്നത്. നമ്മുടെ വീടുകളിൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിൽ ഒരു കാറ് വാങ്ങും. നമ്മളൊരു കാറ് വാങ്ങും. നമുക്ക് എങ്ങനെയൊക്കെ കാറ് വാങ്ങാം? എങ്ങനെയുള്ള കാറുകൾ നമുക്ക് വാങ്ങാം? എങ്ങനെയുള്ള കാറുകൾ വാങ്ങാം? നമ്മുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യം ക്യാഷോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ എങ്ങനത്തെ കാറായിരിക്കും വാങ്ങാം? പുതിയ ഒരെണ്ണം ആയിരിക്കും വാങ്ങാം അല്ലെ. വെരി ഗുഡ്, പുതിയ ഒരെണ്ണം വാങ്ങാം. ഇനി നമുക്ക് അത്രയും ഒരു പുതിയ ഒരെണ്ണം വാങ്ങാനായിട്ട് നമ്മുടെ കയ്യിൽ പണമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എങ്ങനത്തെ ടൈപ്പ് കാറായിരിക്കും വാങ്ങാം? എങ്ങനത്തെ കാറാ വാങ്ങാം? യൂസ്ഡ് ആയിട്ടുള്ള അല്ലെ, ഉപയോഗിച്ചതായിട്ടുള്ള കാറുകൾ വാങ്ങും അല്ലെ. ഇനി ഒരു പുതിയത് വാങ്ങാൻ നമ്മുടെ കയ്യിൽ പണമില്ല, ഒരു പഴയത് അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങാൻ പോലും നമ്മുടെ കയ്യിൽ പണമില്ല എങ്കിൽ നമുക്കൊരു കാറ് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? എന്താണ് മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുള്ളത്? റെന്റിന് എടുക്കും അല്ലെ, വാടകയ്ക്ക് എടുക്കും അല്ലെങ്കിൽ ലീസിൽ എടുക്കും അല്ലെ. അത് തന്നെയാണ് ഇവിടെയും. ഒരു ഹോസ്പിറ്റലിലോ ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു ഐറ്റം വരണമെങ്കിൽ അത് 3 വഴികളിലൂടെയാണ്. ഒന്നാമത്തത് പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, ഒരു പുതിയ ഉപകരണം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെ വരാം അല്ലെ. രണ്ടാമതായിട്ട് പറയുന്നത് പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്, ഉപയോഗിച്ചതോ പഴയതായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിലൂടെ വരാം. അത് രണ്ടും നമുക്ക് പോസിബിൾ അല്ല എങ്കിൽ മൂന്നാമതായി പറയുന്നതാണ് ബൈ ലീസിംഗ്, പാട്ടത്തിനോ അല്ലെങ്കിൽ വാടകയ്ക്കോ നമുക്ക് ഈ ഒരു ഉപകരണം നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ക്ലിയർ ആയോ? 3 കാര്യം ക്ലിയർ ആണോ? 3 നമ്മള് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പോകുന്നത് കേട്ടോ. അതിന് ഫസ്റ്റ് വണ്ണാണ് പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, പുതിയൊരു ഉപകരണം നമ്മൾ വാങ്ങാണ്. അതിന് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഫസ്റ്റ് നോക്കി, ടു കളക്ട് ദ റെലവന്റ് ഡേറ്റ അബൌട്ട് ദ എക്യുപ്മെന്റ് ഓർ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു ഹോസ്പിറ്റലിലെ ആരാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്, ഞങ്ങൾക്ക് ഇന്ന സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നാണ് റിക്വസിഷൻ കൊടുക്കുന്നത് ആരാ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിക്വസിഷൻ കൊടുക്കുന്നത് ആരാണ്? യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. യൂസർ ഡിപ്പാർട്ട്മെന്റ് ആണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണോ, ഏതൊക്കെ ഉപകരണങ്ങളാണോ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അഭ്യർത്ഥനകൾ നൽകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ ഉപകരണത്തെ കുറിച്ചുള്ള റെലവന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യണം അല്ലെ. പർച്ചേസിംഗ്, പുതിയൊരു എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആ ഒരു എക്യുപ്മെന്റ് ഏതാണ്, അത് ഉപയോഗിക്കുന്ന ആ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. രണ്ടാമതായി ചെയ്യുന്നത് ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻ ഫ്രം ദ സപ്ലയേഴ്സിൽ നിന്ന് കൊട്ടേഷൻസ് ക്ഷണിക്കുന്നു. ഈ ഒരു സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സപ്ലയേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കൊട്ടേഷൻസ് ക്ഷണിക്കുന്നു. മൂന്നാമതായിട്ട് അസസ്മെന്റ് ഓഫ് ദ കൊട്ടേഷൻ ഓർ ബിഡ്സ് എന്നാണ് കേട്ടോ. ഓർ ആണ് അവിടെ കേട്ടോ. അസസ്മെന്റ് ഓഫ് ദി
quotations or bids. എന്താണ് ഈ quotations വിലയിരുത്തുന്നു അല്ലെങ്കിൽ എന്താണ് ലേലം വിളിയിലൂടെയും നമുക്ക് ഈ ഒരു പർച്ചേസിങ് ചെയ്യാവുന്നതാണ്. അപ്പൊ 3 മെത്തേഡ് ആണ് ഇവിടെ പറഞ്ഞത്, 3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എന്താ പറഞ്ഞേ, യൂസർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അവർക്ക് ആവശ്യം ഏതൊക്കെയാണ് പുതിയ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യേണ്ടത്, ആ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള റെലവന്റ് ഡേറ്റകളൊക്കെ കളക്ട് ചെയ്യുക. രണ്ടാമതായിട്ട് സപ്ലയേഴ്സിൽ നിന്ന് കൊട്ടേഷൻസ് ക്ഷണിക്കുക. മൂന്നാമതായി വന്നിരിക്കുന്ന കൊട്ടേഷൻസിനെ വിലയിരുത്തി അവരുമായി ബന്ധപ്പെട്ട് ലേലം വിളികളിലൂടെ നമ്മൾ ഈ ഒരു പർച്ചേസിങ് നടത്തുക. ഏറ്റവും മാക്സിമം നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും വില കുറച്ച ആര് തരുന്നു അവരിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. ആ 3 കാര്യങ്ങളും ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാ, ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാ, വേറെ എക്സ്ട്രാ ഒന്നും പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫാക്ടേഴ്സ്. ഒരു പുതിയ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ഘടകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തെല്ലാം? Okay, first one ആണ് economic life of the machine. It consists of the service life of an asset which reduces the average cost per period of service. It includes time and cost dimension. Economic life of machine എന്ന് പറഞ്ഞാല് ഇവിടെ ആ ഒരു ഉപകരണം, ഒരു മെഷീൻ നമ്മൾ പർച്ചേസ് ചെയ്താൽ ആ ഒരു മെഷീന്റെ സർവീസ് ലൈഫ് എത്രത്തോളം ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുകയാണ്. അത് നമുക്ക് എന്താണ് കൃത്യമായിട്ടുള്ള മീനിങ് എന്താണെന്നുള്ളത് മിസ് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ സർവീസ് ലൈഫ് എന്താണോ ആ ഒരു ഉപകരണം അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താണ് നമ്മൾ വസ്തു വാങ്ങുന്നത് അതിന്റെ ആ ഒരു സർവീസ് ലൈഫ്, ആ ഒരു സർവീസ് ലൈഫിലെ മാക്സിമം നമുക്ക് ചിലവ് കുറവായിരിക്കണം പറയുന്നത്. അതുപോലെ ഇതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ടൈമും കോസ്റ്റും നമുക്ക് എങ്ങനെയായിരിക്കണം, കുറവായിരിക്കണം. ഒരുപാട് നമുക്ക് ചിലവുകൾ വരാതെ ഒരു സർവീസ് ടൈം ആയിരിക്കണം അതിന്റെ എന്ന് പറഞ്ഞ്. അതായത് ഇതിൽ ഒന്നുമല്ല, വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. എക്കണോമിക് ലൈഫ് ഓഫ് മെഷീൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു വാങ്ങുന്ന ഒരു എക്യുപ്മെന്റ് അല്ലെ, നമ്മളൊരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണം നമ്മൾ വാങ്ങും. ആ ഒരു ഉപകരണം യാതൊരു കംപ്ലൈന്റോ റിപ്പയറിങ്ങോ കൂടാതെ നമുക്ക് എത്ര നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതാണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? എക്കണോമിക് ലൈഫ് ഓഫ് മെഷീൻ എന്ന് പറയുന്നത് ഒരു ഉപകരണം നമ്മൾ വാങ്ങിയാല് അത് കംപ്ലൈന്റുകൾ കൂടാതെ അല്ലെങ്കിൽ ഒരു യാതൊരു റിപ്പയറിങ്ങോ കൂടാതെ നമുക്ക് എത്ര നാള് നമുക്ക് ആ ഒരു ഉപകരണം കംപ്ലൈന്റോ റിപ്പയറിങ്ങോ ഇല്ലാതെ എത്ര നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതാണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. കിട്ടിയോ എന്താന്നുള്ളത്? എക്കണോമിക് ലൈഫ് ഓഫ് മെഷീൻ മനസ്സിലായോ? അത് മനസ്സിലായാലേ നെക്സ്റ്റ് പറയുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ക്ലിയർ ആയോ? എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, യാതൊരുവിധ റിപ്പയറിങ്ങോ കംപ്ലൈന്റോ ഒന്നും വരാൻ പാടില്ല. റിപ്പയറിങ്ങും ഇല്ല, കംപ്ലൈന്റും ഒന്നും ഇല്ലാതെ ആ വാങ്ങിച്ച ഉപകരണം നമുക്ക് എത്ര നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു മെഷീന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ടാമതായി പറയുന്നത് ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ. ഇവിടെ ഫിസിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ദ ടോട്ടൽ പീരീഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ മെഷീൻ, ആ മെഷീന്റെ ഉൽപാദനക്ഷമത, മൊത്തത്തിലുള്ള ഉൽപാദനക്ഷമത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ദ എൻറ്റയർ ലൈഫ് ഓഫ് ദ മെഷീൻ, ആ മെഷീന്റെ മൊത്തത്തിലുള്ള ഉപയോഗം അല്ലെ, ആ ഒരു ജീവിത കാലയളവ് എത്രത്തോളം ഉണ്ടെന്നാണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ. അപ്പൊ ഇതിൽ രണ്ടും തമ്മിൽ, എക്കണോമിക് ലൈഫും ഫിസിക്കൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു മെഷീൻ വാങ്ങിച്ചു, എക്കണോമിക് ലൈഫ് എന്താ നമ്മൾ പറഞ്ഞേ, നമ്മൾ മെഷീൻ വാങ്ങിച്ചു, ആ ഒരു ഉപകരണം കംപ്ലൈന്റ്സോ റിപ്പയറിംഗോ ഒന്നും കൂടാതെ നമുക്ക് എത്ര നാളത് ഉപയോഗിക്കാൻ പറ്റും, അതാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ ലൈഫിലേക്ക് വരുമ്പോ അവിടെ ചിലപ്പോ കംപ്ലൈന്റ്സ് വരാം അല്ലെ, ചിലപ്പോ റിപ്പയറിംഗ് വരാം. ഇതെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം അതിനെ എത്രത്തോളം നാള് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും, അതാണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു സാധനം വാങ്ങിയാൽ നമുക്ക് ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ കിട്ടും അല്ലെ. ഇപ്പൊ നമുക്ക് ഗ്യാരണ്ടി ഇല്ല, ഇപ്പൊ കുറെ വാറണ്ടിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. നമുക്ക് ഇത്ര വർഷം അത് അവര് ഉറപ്പ് തരുന്ന ഒരു കാലയളവാണ് അല്ലെ. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം നമുക്ക് ഉറപ്പ് തരും അവരല്ലേ. ആ ഒരു 3 വർഷത്തിനുള്ളില് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വരുന്ന റിപ്പയറോ കാര്യങ്ങളോ ഒക്കെ അവര് തന്നെ ചെയ്തു തരും. അങ്ങനെയല്ലേ നമുക്ക് ഒരു വാറണ്ടി തരുന്നത്. ഒരു 3 വർഷം അതിന് ഓൾറെഡി അവര് കാലാവധി ഇട്ടിട്ടുണ്ട്. ഇനി ആ ഒരു 3 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതോടെ റിപ്പയർ ചെയ്യും അല്ലെ. ആ കംപ്ലൈന്റ്സ് ക്ലിയർ ചെയ്ത് കുറച്ച് നാളും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ. അപ്പൊ ഇവിടെ ഒരു 3 വർഷം എന്ന് പറയുന്നത് ഒരു യാതൊരു കംപ്ലൈന്റും കൂടാതെ അതൊരു 3 വർഷം വർക്ക് ചെയ്തു അല്ലെ. ആ ഒരു 3 വർഷം വർക്ക് ചെയ്തെങ്കിൽ അതാണ് അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി
നമ്മളൊരു ആ 3 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന് എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളോ ആവശ്യമായി വന്നു, എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളോ വന്നു. ഈ കംപ്ലൈൻസ് പരിഹരിച്ച് ചിലപ്പോൾ ഒരു 3 വർഷം കൂടി പിന്നെയും അത് എന്ത് ചെയ്തു, മാക്സിമം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റി എങ്കിൽ അവിടുത്തെ ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത് എത്ര വർഷമായിരിക്കും? ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത് 3 വർഷമാണോ? 6 വർഷമായിരിക്കും. ക്ലിയർ ആയില്ലേ? എന്താണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 3 വർഷം യാതൊരു കംപ്ലൈന്റും കൂടാതെ നമുക്ക് ആ ഒരു മെഷീൻ ഉപയോഗിക്കാൻ പറ്റിയെങ്കിൽ 3 വർഷമായപ്പോഴാണ് അതിനൊരു കംപ്ലൈന്റ് വന്നത്. ആ 3 വർഷം എന്ന് പറയുന്നത് എക്കണോമിക് ലൈഫാണ്. അത്രയും നാളെ നമുക്ക് റിപ്പയറിങ്ങോ കംപ്ലൈന്റോ ഒന്നും വരാതെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ഇനി ആ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കംപ്ലൈന്റ് വന്നില്ലേ? കംപ്ലൈന്റ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് റിപ്പയർ ചെയ്ത് വീണ്ടും ഒരു 3 വർഷം കൂടി നമുക്ക് മാക്സിമം ഒരു 3 വർഷം കൂടി പിന്നെയും ഉപയോഗിക്കാൻ പറ്റി. മാക്സിമം യൂട്ടിലൈസേഷൻ ആണ് മെയിൻ്റനൻസിന് ശേഷമുള്ള മാക്സിമം യൂട്ടിലൈസേഷൻ. അപ്പൊ നമുക്ക് മൊത്തം എത്ര വർഷം അത് ഉപയോഗിക്കാൻ പറ്റി? 6 വർഷം ഉപയോഗിക്കാൻ പറ്റി അല്ലെ? അതാണ് അവിടുത്തെ ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതെ, ടോട്ടൽ എത്ര നാള് യൂസ് ചെയ്യാൻ, അതായത് മെയിൻ്റനൻസിന് ശേഷവും നമുക്ക് എത്ര മാക്സിമം അത് ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളതാണ് ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കംപ്ലൈന്റോ റിപ്പയറിങ്ങോ ഇല്ലാതെ നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളതാണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകട്ടെ. ഓക്കെ, തേർഡ് വൺ ആണ് ടാക്സ് ലൈഫ്. ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മളൊരു മെഷീൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഘടകങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം അത് പർച്ചേസ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് ഈ പറയുന്ന പോയിന്റ്സ്. മൂന്നാമതായിട്ട് ടാക്സ് ലൈഫ്. എന്താണ് ടാക്സ് ലൈഫ് നോക്കി? ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓവർ വിച്ച് ദ ക്യാപിറ്റൽ കോസ്റ്റ് ക്യാൻ ബി റിസീവ്ഡ് ബാക്ക്. എന്താണ് നമ്മൾ ചിലവാക്കിയ തുക അല്ലെ? എത്ര വർഷം കൊണ്ട് നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റും. അതാണ് ടാക്സ് ലൈഫ്. ഇപ്പൊ ഒരു മെഷീനിന് വേണ്ടിയിട്ട്, ഇപ്പൊ ഒരു എക്സ്റേ മെഷീൻ അല്ലെങ്കിൽ സ്കാനിങ് മെഷീന് വേണ്ടി നമ്മൾ ഒരു 50,000 രൂപ മുടക്കിയാണ് ആ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വിചാരിക്കാം. ആ ഒരു 50,000 രൂപ തിരിച്ച് മുടക്കിയ ആൾക്ക് എത്ര വർഷം കൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് വഴി തിരികെ കിട്ടും? ക്ലിയർ ആയോ? അത് നമ്മളൊരു 50,000 രൂപ മുടക്കി ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് വാങ്ങി വെച്ചു, സ്ഥാപിച്ചു അല്ലെ? ഒരു എക്സ്റേ മെഷീൻ ആയിരിക്കാം. ആ എക്സ്റേ മെഷീനിന് ചെലവായ തുക കിട്ടണമെങ്കിൽ അതിന്റെ ആ സർവീസിന് വേണ്ടി ആളുകൾ വരണം, വേണ്ടേ? ആ ഒരു എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്ന് അവർ ആ സർവീസ് വാങ്ങിയാലല്ലേ നമുക്ക് ആ ഒരു തുക തിരികെ കിട്ടുള്ളൂ. എത്ര വർഷം കൊണ്ട് ഇവർ ചിലവാക്കിയ ആ ഒരു തുക ഇവർക്ക് തിരികെ കിട്ടും. അതാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ചിലവാക്കിയ ആ തുക ആ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് എത്ര വർഷം അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ട് നമുക്ക് ആ ഒരു തുക തിരികെ ഇതിൽ നിന്ന് ലഭിക്കും. ക്ലിയർ ആണോ? ടാക്സ് ലൈഫ് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്. എന്താ? സാമ്പത്തികപരമായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തുക. എന്താണ്? ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ് നമ്മൾ ചെയ്യാറില്ലേ? ചില ഇലക്ട്രിസിറ്റി നമ്മൾ ചെയ്യാറില്ലേ? ഇപ്പൊ ഫ്രിഡ്ജോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ ഒക്കെ നിങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ടിവിയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ടാക്സ് ലൈഫ് ഒന്നുകൂടി പറയണോ? ടാക്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചിലവാക്കിയ തുക അത് എത്ര നാളുകൊണ്ട് അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ട് നമുക്ക് അതിൽ നിന്ന് അത് തിരിച്ചു പിടിക്കാൻ പറ്റും. അതാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സ്റേ മെഷീൻ ആണ്, നമ്മൾ ഒരു 50,000 രൂപയ്ക്ക് നമ്മൾ ഒരു എക്സ്റേ മെഷീൻ സ്ഥാപിച്ചു. ആ ഒരു എക്സ്റേ മെഷീൻ സ്ഥാപിച്ചാൽ ഈ ചിലവാക്കി 50,000 രൂപ ആ എക്സ്റേ എടുക്കാൻ വരുന്നവരിൽ നിന്നല്ലേ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലെ? നമ്മൾ മറ്റുള്ളവര് പേഷ്യൻസ് ആ എക്സ്റേ എടുക്കാൻ പറയണം. എന്നാൽ മാത്രം അത് ആ ഒരു ഉപകരണം ഉപയോഗിച്ചാൽ മാത്രമല്ലേ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുള്ളൂ. ആ വരുമാനത്തിൽ നിന്നായിരിക്കണം ഇത് തിരിച്ചു കിട്ടേണ്ടത് അല്ലെ? അപ്പൊ അത് എത്ര വർഷം കൊണ്ട് നമ്മൾ ചിലവാക്കി 50,000 രൂപ ആ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എത്ര വർഷം കൊണ്ട് നമുക്ക് അത് തിരികെ കിട്ടുമെന്നാണ് ടാക്സ് ലൈഫ്. കിട്ടിയോ ആൻസർ? ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. നോക്കി, എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോ നിങ്ങൾ അതിന്റെ കറണ്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഫ്രിഡ്ജൊക്കെ വാങ്ങാൻ പോകുമ്പോ ശ്രദ്ധിക്കാറുണ്ടോ? സ്റ്റാർ നോക്കാറുണ്ടോ? 5 സ്റ്റാർ ആണോ 4 സ്റ്റാർ ആണോ നോക്കാറുണ്ട് അല്ലെ? അപ്പൊ അതെന്താണ്?
ചിലവാകുന്ന ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് എത്രത്തോളം ആകും അല്ലെ? അപ്പൊ നമ്മളൊരു ഉപകരണം പർച്ചേസ് ചെയ്യുമ്പോ അവിടെ എത്രത്തോളം ഇലക്ട്രിസിറ്റി അത് എടുക്കുന്നുണ്ട് അല്ലെ, എത്രത്തോളം കറണ്ട് അതിനു വേണ്ടി ചിലവാകുന്നുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കാണണം. അതുപോലെ തന്നെ ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ്, എന്താ സ്പെയറുകള് എങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്നല്ലേ. ചില ഉപകരണങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ നോക്കാറില്ലേ അതിന്റെ സ്പെയറുകൾ നമുക്ക് ഇവിടെ നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് നോക്കാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ നോക്കാറില്ലേ അതിന്റെ സ്പെയർ ഇവിടെ അവൈലബിൾ ആണോ, നാട്ടിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണോ എന്നുള്ളതൊക്കെ. ചിലതിന്റെ ആണെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല അല്ലെ, ഒത്തിരി നമുക്ക് പുറത്തുനിന്നൊക്കെ വരുത്തിക്കുന്നതായിട്ടൊക്കെ വരും. അപ്പൊ ഒത്തിരി ചിലവ് നമുക്ക് വരും അല്ലെ, നമ്മൾ ഈ മാക്സിമം അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാതിരിക്കും. അപ്പൊ ഇവിടെയും ഒരു ഉപകരണം പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ സ്പെയർ പാർട്സ് നമുക്ക് ലഭ്യമാണ്, പെട്ടെന്ന് ലഭ്യമാകും. അതുപോലെ അവിടെ ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു കറണ്ടുമായി ബന്ധപ്പെട്ട ചിലവ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് നടത്തുക, സാമ്പത്തികപരമായുള്ള പ്രവചനങ്ങൾ നടത്തുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. എന്താ, നിലവിലെ മെഷീൻ വാങ്ങുന്നത് കൊണ്ട് ആ ഒരു സ്ഥാപനത്തിനുള്ള ആവശ്യകത എന്താണ് എന്നുള്ളത് കൂടി വിലയിരുത്തുക. ആ ഒരു ഇപ്പൊ ഒരു മെഷീൻ വാങ്ങിയില്ല എങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നഷ്ടം സംഭവിക്കുന്നുണ്ടോ, അത്രയും വളരെ ആവശ്യകതയുള്ള ഒരു സ്ഥാപനം തന്നെയാണോ നമ്മൾ ഇത്രയും വില കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് എക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. എന്താ എക്കണോമിക് സർവേ? നമ്മളിപ്പോ ആ ഒരു മുതൽ മുടക്ക് അല്ലെ, നമ്മൾ ഒരുപാട് മുതൽ മുടക്കിയാണ് ഒരു ഉപകരണം വാങ്ങുന്നത്. അപ്പൊ അതിന്റെ ആ മുതൽ മുടക്കുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, സർവേകൾ നടത്തണം. അതായത് നമ്മൾ വാങ്ങുന്ന ആ സപ്ലയേഴ്സ് വളരെ നല്ല വിശ്വസ്തരാണോ, അവർക്ക് നമ്മൾ വിശ്വസിച്ച് അങ്ങനെ ഒരു ഓർഡർ കൊടുത്താൽ അവർ കൃത്യമായിട്ട് നമുക്ക് കൊണ്ടു തരുമോ, അതുപോലെ ഈ ഒരു കൊടുക്കുന്ന ആ ഒരു മൂല്യത്തിനുള്ള ആ ഒരു വിലയുടെ ആ മൂല്യത്തിനുള്ള ആ ഒരു പ്രൊഡക്റ്റ് അതുണ്ടോ എന്നുള്ള രീതിയിൽ പല രീതിയിലും സർവേകളിലൂടെ ആ ഒരു മുതൽ മുടക്ക് കൃത്യമാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. ലാസ്റ്റ് പോയിന്റ് ആണ് കോസ്റ്റ് കൺസിഡറേഷൻസ്, ഇനിഷ്യൽ കോസ്റ്റ് ഓർ പർച്ചേസ് കോസ്റ്റ്. നമ്മുടെ പ്രാരംഭ തുക അല്ലെ, നമ്മൾ ആ ഒരു ഇനിഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസിന് വേണ്ടി നമുക്ക് തുക ചെലവാക്കേണ്ടി വരും ഇല്ലേ. അതുപോലെ ഇൻസ്റ്റാളേഷന് നമുക്ക് ചിലവാകും, പണം ചിലവാകും അല്ലെ. അതുപോലെ ബ്രേക്ക് ഡൗൺ കോസ്റ്റ്, ഇനി അത് എന്താണ് ബ്രേക്ക് ഡൗൺ ആയി നിന്ന് പോയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യണമെങ്കിലും നമുക്കൊരു തുക ചിലവാകും അല്ലെ. ഒരു ഉപകരണം വാങ്ങുമ്പോൾ അങ്ങനെയല്ലേ, ആ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തുക ചിലവാകും. ഒരു AC ഒക്കെ വാങ്ങിയാൽ നിങ്ങളുടെ വീട്ടില് AC വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തുക ചിലവാകും. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്നവർക്ക് അവർക്ക് എക്സ്ട്രാ നമ്മൾ വേറെ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇനി അതെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലോ അതിന്റെ പൈസ, റിപ്പയർ ചെയ്യുന്ന പൈസ നമ്മൾ വേറെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഇങ്ങനെ ചിലവാകുന്ന ഈ പറയുന്ന തുകകളൊക്കെ എത്രയാകും എന്നുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കണം ഒരു പ്രൊഡക്റ്റ് വാങ്ങേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം എന്തിനു വേണ്ടിയാണ്? ഒരു പുതിയ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു ഉപകരണം പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം അത് പർച്ചേസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ അതെല്ലാം? ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പിട്ടെ. ഓക്കെ ആണ്? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഒരു പഴയത് അല്ലെങ്കിൽ ഉപയോഗിച്ചതായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോക്കി, owing to shortage of money or to use the equipment as an experiment. എന്താണ്? അപ്പൊ നമ്മളൊരു പഴയ ഉപകരണം വാങ്ങുന്നു. ഇപ്പൊ നമ്മളൊരു പഴയ കാറ് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുന്നു അല്ലെ. എന്തുകൊണ്ടായിരിക്കാം നമ്മളൊരു പഴയ കാറ് വാങ്ങുന്നേ? എന്തുകൊണ്ടായിരിക്കാം നമ്മളൊരു പഴയ കാറ് വാങ്ങാം? എന്തായിരിക്കും അതിന്റെ പ്രധാന റീസൺ? വില കാരണം. അതായത് അത്രയും അത് പുതിയ കാറ് വാങ്ങാനുള്ള അത്രയും പണം നമ്മുടെ കയ്യിലില്ല അല്ലെ. അതല്ലേ റീസൺ? നമ്മുടെ കയ്യില് മണിയിൽ പണത്തിന്റെ ലഭ്യത കുറവ് മൂലം അല്ലെ. പണത്തിന്റെ ലഭ്യത അല്ലെങ്കിൽ പണത്തിന്റെ കുറവ് മൂലമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്താണ്, നമ്മുടെ കയ്യിൽ പുതിയൊരെണ്ണം വാങ്ങാനില്ല. അപ്പൊ നമുക്ക് ഒരു നമ്മുടെ കയ്യിലുള്ള ഒരു ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ ഒരു യൂസ്ഡ് ആയിട്ടുള്ള ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു റേറ്റ് കുറവനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള തുക വെച്ചിട്ട് നമ്മളൊരു യൂസ്ഡ് ആയിട്ടുള്ള ഉപകരണം അല്ലെങ്കിൽ ഒരു കാർ വാങ്ങുന്നു അല്ലെ. അവിടെ പണത്തിന്റെ കുറവാണ്, നമ്മൾ ഷോർട്ടേജ് ഓഫ് മണി അല്ലെ. പണത്തിന്റെ കുറവ് മൂലം നമ്മൾ യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ്സ് വാങ്ങാറുണ്ട്. അല്ലെങ്കിലോ ഓർ ടു യൂസ് ദ എക്യുപ്മെന്റ് ആസ് ആൻ എക്സ്പെരിമെന്റ്. അതെ, ഡ്രൈവ് ചെയ്തൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
എന്ത് ചെയ്യും? എക്സ്പെരിമെന്റൽ ആയിട്ട് അത് വാങ്ങിക്കും അല്ലെ? നമ്മൾ ഡ്രൈവ് ചെയ്ത് പഠിക്കുന്നവർ അങ്ങനെയല്ലേ? നമ്മൾ പുതിയൊരു വണ്ടി എടുക്കുന്നതിന് മുൻപ് ഒരു പഴയ യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഓൾഡ് വണ്ടി എടുത്തിട്ട് നമ്മൾ അതിൽ എന്ത് ചെയ്യും? ഡ്രൈവിംഗ് പഠിക്കും അല്ലെ? അതിനുശേഷം ഓക്കെ ആണ്, എല്ലാം റെഡി ആയിട്ടാണ് നമ്മൾ പുതിയൊരു വാഹനം വാങ്ങുന്നത് അല്ലെ? ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഉപകരണം നമുക്ക് എന്ത് ചെയ്യാം? ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങാവുന്നതാണ്. ക്ലിയർ ആണോ അത്? Then more for main sources for purchasing an old equipment. ഒരു പഴയ ഉപകരണം പർച്ചേസ് ചെയ്യുന്നതിന് 4 സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിൽ ഒന്നാമത്തേതാണ് ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ. എന്താണ്? ഓണറിൽ നിന്ന് അല്ലെങ്കിൽ ഉടമയിൽ നിന്ന് നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങളിപ്പോ യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലെ? ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ, നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു വാഹനത്തിന്റെ ഉടമയിൽ നിന്ന് നേരിട്ട് നമുക്ക് ആ സാധനം പർച്ചേസ് ചെയ്തൂടെ? അതാണ് ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ എന്ന് പറയുന്നത്. അതെന്താ അഡ്വാൻറ്റേജ്? എന്താ? ഇങ്ങനെ ഒരു ഉടമയിൽ നിന്ന് നേരിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓണറിൽ നിന്ന് നേരിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തതിന്റെ വാങ്ങുന്നതിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും? is that we can see the working of the particular equipment. ആ ഒരു ഉപകരണം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലെ? And also about the details of past usage of the concerned equipment. ആ ഒരു ഉപകരണത്തിന്റെ മുൻപുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഒരു പഴയ വാഹനം നമ്മൾ വാങ്ങാൻ പോയി. പഴയ വാഹനം വാങ്ങാൻ പോയാല് അവിടെ നമുക്ക് ആ ഒരു ഉടമയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നമുക്കത് ഓടിച്ചു നോക്കിക്കൂടെ? അത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് നോക്കിക്കൂടെ? നോക്കാൻ പറ്റില്ലേ? അതുപോലെ തന്നെ അത് എത്ര നാൾ അത് വർക്ക് ചെയ്തിട്ടുണ്ട്, അത് എത്ര കിലോമീറ്ററുകൾ ഓടി അല്ലെ? അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുൻപ് എന്തെങ്കിലും ഫയലോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള മുൻപുള്ള അതിന്റെ ഉപയോഗം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ലേ? കിട്ടൂലേ? അപ്പൊ അതാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. എന്താണ്? ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ, നേരിട്ട് അവരിൽ നിന്ന് ബൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമതായിട്ട് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സ് ഉണ്ടാവും അല്ലെ? ഉപയോഗിച്ചതോ അല്ലെങ്കിൽ പഴയതായ ഉപകരണങ്ങള് കൈകാര്യം ചെയ്യുന്ന ഡീലർമാരുണ്ടാവും അല്ലെ? അവരുടെ പ്രത്യേകത എന്താ? വാറണ്ടി ഫോർ എ ഷോർട്ട് പീരീഡ്, ഒരു വളരെ ചെറിയ കാലയളവിലെ അവർക്ക് എന്ത് ചെയ്യാം? അവർ എന്ത് തരുന്നുള്ളൂ? വാറണ്ടി തരുന്നുള്ളൂ. Then 2 types of equipments received from them. അവരിൽ നിന്ന് 2 തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്നാമത് റീബിൽഡ് ആൻഡ് റീകണ്ടീഷൻഡ് എക്യുപ്മെന്റ്. എന്താ? പുനഃസ്ഥാപിച്ചതോ അല്ലെങ്കിൽ പുനർനിർമ്മിച്ചതോ ആയിട്ടുള്ള ഉപകരണങ്ങളായിരിക്കും നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്നത് അല്ലെ? ഇപ്പൊ നിങ്ങൾ വണ്ടി എടുക്കാൻ പോയ കേസ് തന്നെ നോക്കിക്കേ. യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡ് ഡീലേഴ്സിൽ നിന്നാണെങ്കിൽ എങ്ങനത്തെ വണ്ടി ആയിരിക്കും അവർ നമുക്ക് സെയിൽ ചെയ്യുന്നത്? എങ്ങനത്തെ ആയിരിക്കും? എന്തെങ്കിലും പുനർനിർമ്മിച്ചതായിരിക്കും അല്ലെ? പുതിയ എന്താണ്? ഒരു പഴയ വണ്ടി തന്നെ ആയിരിക്കും. അതിന് എന്ത് ചെയ്യുന്നു? പുതിയ കുറച്ച് സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ വെച്ച് എന്താ പുതിയതായിട്ട് മോഡിഫൈ ചെയ്ത് അല്ലെ? റീകണ്ടീഷനിങ് ചെയ്തെടുക്കും അല്ലെ? അല്ലെങ്കിലോ റീബിൽഡ് ചെയ്തെടുക്കും അല്ലെ? രണ്ടാമതൊന്നും കൂടിയൊക്കെ കുറെ പണികളൊക്കെ നടത്തി കുറെ കാര്യങ്ങൾ അത് പുത്തം പോലെ അത് പെയിന്റ് ഒക്കെ അടിച്ച് അല്ലെ? അങ്ങനെയല്ലേ നമ്മുടെ കയ്യിൽ തരുന്നേ? അപ്പൊ അവിടെ എപ്പോഴും ഷോർട്ട് പീരീഡ് ഓഫ് വാറണ്ടി ആണ്. വളരെ ചെറിയ കാലയളവിലുള്ള ഒരു വാറണ്ടി മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ 2 രീതിയിൽ, അതായത് പുനർനിർമ്മിച്ചതോ അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ചതോ ആയിട്ടുള്ള ഉപകരണങ്ങളായിരിക്കും ഇങ്ങനെയുള്ള ഉപയോഗിച്ചതോ അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട ഡീലേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. മൂന്നാമതായി പറയുന്നത് ബ്രോക്കേഴ്സ്, ഇടനിലക്കാര് വഴി നമുക്ക് എന്ത് ചെയ്യാം? സാധനം ഇങ്ങനെയുള്ള ഓൾഡ് എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാം. നാലാമതായിട്ട് ഓപ്ഷണേഴ്സ്. ആരാണ്? ലേലക്കാരിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെയാണ്, ഈ 4 പ്രധാന സോഴ്സുകൾ അല്ലെങ്കിൽ സ്രോതസ്സുകളിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു പഴയ ഉപകരണം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അതില് ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന 2, അതായത് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഇടനിലക്കാര്, ഓപ്ഷണൽസ് അല്ലെങ്കിൽ ലേലക്കാര്, ഇവരുമായി ബന്ധപ്പെട്ട ആ ഒരു ഡീലിങ്സ് എന്ന് പറയുന്നത് ബോത്ത് ആർ റിസ്കി സോഴ്സസ്. ഇവ എന്താ? അപകട സാധ്യതയുള്ള സ്രോതസ്സുകളാണ്. ആൻഡ് there will be no warranty. ഇതിൽ നിന്ന് നമുക്ക് യാതൊരുവിധ വാറണ്ടിയും ലഭിക്കുന്നില്ല. ക്ലിയർ ആണോ അത്? പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റിന് അത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് വരുന്നത്
ഡിസഡ്വാൻറ്റേജസ് ഇൻ ബൈയിങ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഒരു ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങുന്നത് കൊണ്ട് എന്താണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് അല്ലെ? കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, എല്ലാത്തിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്? ഫസ്റ്റ് വൺ ആണ് എക്കണോമിക് ലൈഫ് പീരീഡ് ഓഫ് പർട്ടിക്കുലർ എക്യുപ്മെന്റ് കനോട്ട് ബി അസർട്ടൈൻഡ് അല്ലെ? എത്ര നാൾ ഇതിന്റെ ആ ഒരു ജീവിത കാലയളവ്, ഇപ്പൊ നമ്മൾ ഇവരിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അത് എന്താണ്? യൂസ്ഡ് ആണ് അല്ലെ? ഉപയോഗിച്ചതാണ്. അപ്പൊ ഉപയോഗിച്ചതിന്റെ ആ ഒരു ജീവിത കാലയളവ് എത്രയുണ്ടെന്നുള്ളത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുമോ? പ്രവചിക്കാനായിട്ട് സാധിക്കില്ല, നിർണ്ണയിക്കാൻ സാധിക്കില്ല. അത് cannot be ascertained എന്ന് പറഞ്ഞാൽ നിർവചിക്കാനായിട്ട് നിർണ്ണയിക്കാൻ സാധിക്കില്ല അല്ലെ? ചിലപ്പോൾ നമ്മൾ വാങ്ങി പിറ്റേ ദിവസം ചിലപ്പോൾ എന്ത് ചെയ്യാം? അത് കംപ്ലൈന്റ് ആയിട്ട് പ്രവർത്തനരഹിതമാവാം അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ അത് എത്ര നാൾ ഇത് പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഒരു യൂസ്ഡ് ഉപകരണമാവുമ്പോ പറയാൻ പറ്റില്ല. അതേസമയം പുതിയൊരെണ്ണമാണെങ്കിൽ നമുക്ക് പറയാം അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു 3 വർഷമോ അല്ലെങ്കിൽ ഒരു 4 വർഷമോ നമുക്ക് വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നാൾ അത് വർക്ക് ചെയ്യും നമുക്ക് ഓൾറെഡി ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ ഒരു യൂസ്ഡ് ആയിട്ടുള്ളതിൽ നമുക്ക് അങ്ങനെ അതിന്റെ ആ ഒരു ഉപകരണത്തിന്റെ ജീവിത കാലയളവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല. രണ്ടാമതായി പറയുന്നത് നോ ആഫ്റ്റർ സെയിൽ സർവീസ്. എന്താ? വിൽപ്പനാനന്തര സർവീസുകളൊന്നും ഉണ്ടാവില്ല. പുതിയൊരു ഉപകരണം അല്ലെങ്കിൽ പുതിയൊരു വാഹനം, നിങ്ങൾ 2 വീലേഴ്സ് ഒക്കെ വാങ്ങിച്ചില്ലെങ്കിൽ കാറൊക്കെ വാങ്ങിച്ചാൽ എന്താ അവര് ഫ്രീ ആയിട്ട് സർവീസ് ഒക്കെ തരാറില്ലേ? 2-3 പ്രാവശ്യമൊക്കെ വാങ്ങിക്കഴിയുമ്പോ അല്ലെ? ഫ്രീ ആയിട്ട് സർവീസുകളൊക്കെ തരില്ലേ അവര്? അതുപോലെയുള്ള സർവീസുകള്, ഈ വിൽപ്പനാനന്തര സർവീസുകള് ഈ ഓൾഡ് എക്യുപ്മെന്റ്സ് വാങ്ങുമ്പോൾ ഉണ്ടാവില്ല. മൂന്നാമതായിട്ട് മെയിൻ്റനൻസ് ചാർജസ് ഹൈ അല്ലെ? അത് മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് ഒത്തിരി തുക നമുക്ക് ചിലവാകും അല്ലെ? മെയിൻ്റനൻസ് ചാർജ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഈ 3 കാര്യങ്ങളും എന്താണ്? ഒരു പഴയ ഉപകരണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഡിസഡ്വാൻറ്റേജസ് ആണ്. ക്ലിയർ ആണോ ആ 3 പോയിന്റ്? സെക്കൻഡ് പോയിന്റോ? നോ ആഫ്റ്റർ സെയിൽ സർവീസ്. വിൽപ്പനാനന്തര സർവീസുകളൊന്നും ലഭ്യമല്ല. എന്താണ്? നമ്മൾ പുതിയൊരു ഉപകരണം അല്ലെങ്കിൽ പുതിയൊരു വണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ, വാഹനം വാങ്ങുമ്പോൾ എങ്ങനെയാ അവർ നമുക്ക് ഫ്രീ സർവീസുകളൊക്കെ തരില്ലേ? ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര നാള് കഴിയുമ്പോൾ നമുക്ക് ഫ്രീ സർവീസുകളൊക്കെ തരില്ലേ? നമുക്ക് എന്താണ്? നമുക്ക് സ്വന്തം പൈസ കൊടുത്തെങ്കിൽ പകുതി വിലയിലൊക്കെ നമുക്ക് സർവീസുകൾ ചെയ്യാം. അത് അവർ ആരാ തരുന്നത്? ആ വാങ്ങുന്ന ആളുകൾ അല്ലെ? ആരിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് അവരാ നമുക്ക് ആ സർവീസ് തരുന്നത്. ഇവിടെ നമുക്ക് ഉപയോഗിച്ച ഒരു സാധനമല്ലേ നമ്മൾ വാങ്ങുന്നത്. ഇവിടെ സർവീസും കാര്യങ്ങളും ഒന്നും വിൽപ്പന കഴിഞ്ഞ് അവർ യാതൊരു സർവീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല എന്ന്. ക്ലിയർ ആയോ? ഫസ്റ്റ് പറഞ്ഞത് എന്താ? അവിടെ ആ ഒരു ജീവിത കാലയളവ്, ഇപ്പൊ നമ്മൾ ഇന്ന് ആ ഒരു ഉപകരണം വാങ്ങിച്ചാൽ ചിലപ്പോ അത് എത്ര നാൾ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമോ? ചിലപ്പോ അടുത്ത ദിവസം അത് കേടായി പോവാം, അല്ലെങ്കിൽ ചിലപ്പോ 1 മാസം കഴിഞ്ഞോ ചിലപ്പോ 1 വർഷം കഴിഞ്ഞുമായിരിക്കും കേടായി പോകുന്നത്. അത് കൃത്യമായിട്ട് ഇത്ര നാൾ അത് പ്രശ്നമൊന്നും ഇല്ലാതെ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ലാതെ നിൽക്കും എന്നുള്ളത് നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരു ഉപയോഗിച്ച ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു പഴയ ഉപകരണം ആവുമ്പോ ഇല്ല അല്ലെ? അതാണ് ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾക്ക് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ നമുക്ക് തേർഡ് വൺ ആണ് ലീസിംഗ് ഓഫ് ആൻ എക്യുപ്മെന്റ്. എന്താണ്? പാട്ടത്തിനെടുക്കുക അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് ഉപകരണങ്ങൾ എടുക്കും അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ വാടകയ്ക്ക് ഉപകരണങ്ങൾ എടുക്കുന്നേ? ഇപ്പൊ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ആണെങ്കിലും ജനറേറ്റേഴ്സ് ഒക്കെ എടുക്കും അല്ലെ? വാടകയ്ക്ക് എടുക്കാറില്ലേ? ജനറേറ്റേഴ്സ് ഒക്കെ എടുക്കാറുണ്ട്. ഇവിടെയും നമ്മുടെ ഹോസ്പിറ്റലും ഇതുപോലെ ഉപകരണങ്ങൾ വാടകയ്ക്ക് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ലീസിന് പാട്ടത്തിന് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ലീസിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ റൈറ്റ് ടു ഹാൻഡിൽ ആൻ എക്യുപ്മെന്റ് ചേഞ്ചസ്. എന്താ? ലീസിംഗ് എന്ന് പറയുന്ന ഒരു ഉപകരണം അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു അവകാശം മാറ്റുന്ന അല്ലെങ്കിൽ മാറുന്ന ഒരു പ്രക്രിയയാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ഒരു ഉപകരണം അത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ? എന്താണ്? റൈറ്റ് ടു ഹാൻഡിൽ ആൻ എക്യുപ്മെന്റ് ചേഞ്ചസ്. എന്താ? ഒരു ഉപകരണം, നമ്മുടെ ഒരു ജനറേറ്റർ ഒക്കെ വാടകയ്ക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കാറ് റെന്റിന് എടുക്കുകയാണെങ്കിൽ ആ റെന്റിന് എടുക്കുമ്പോ അവിടെ നമ്മൾ ഉപയോഗിക്കാൻ അതിന്റെ ഉപയോഗത്തിനുള്ള അധികാരം ആർക്കാണ് പിന്നെ ഉണ്ടാവുക? അതിനുള്ള അവകാശം ആർക്കാണ് പിന്നെ ഉണ്ടാവുക? എടുക്കുന്ന ആൾക്കല്ലേ വരുന്നത്? ആണോ? എടുക്കുന്ന ആൾക്കാണോ പിന്നെ അത് അവകാശം? നമ്മളെ റെന്റിന് ആരാണോ എടുക്കുന്നത് അവർക്കാണ് ഒരു അവകാശം ഉണ്ടാവുക അല്ലെ? അത് തന്നെ ഇവിടെയും പറയുന്നത്. ലീസിംഗ് എന്ന് പറയുന്നത് എന്താ? ഒരു ഉപകരണം കൈകാര്യം ചെയ്യാനുള്ള അവകാശം
അല്ലെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനുള്ള അവകാശം മാറുന്ന പ്രക്രിയയാണ് ലീസിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരാളിൽ നിന്ന് ഒരു സാധനം വാടകയ്ക്ക് എടുത്തു, അല്ലെങ്കിൽ ഒരു റെന്റിന് നമ്മൾ എടുത്തു, അങ്ങനെ ലീസിനെടുത്താൽ ആ ഒരു സാധനം ഒരു വസ്തുവാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആവാം, എന്തും ആയിക്കോട്ടെ, അതിന്റെ അവകാശം ആരിലേക്ക് മാറും? അവകാശം ആരിലേക്കാ മാറാണ്ട്? ആ ഒരു കൊടുക്കുന്ന ആളിൽ നിന്ന്, അതിന്റെ ഉടമസ്ഥനിൽ നിന്ന് ആരിലേക്കാണ് അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാറുന്നത്? വാങ്ങുന്ന ആളിലേക്ക് അല്ലെ? ആണോ? വാങ്ങുന്ന ആളിലേക്ക് അത് എന്ത് ചെയ്യുന്നു? മാറുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലീസിംഗ് പ്രക്രിയ എന്ന് പറയുന്നത്. Then but ownership doesn't change. ഓണർഷിപ്പ് അതിന്റെ ഉടമസ്ഥ അവകാശം പക്ഷെ മാറുന്നുണ്ടോ? ഉടമസ്ഥ അവകാശം മാറും? അത് ഇല്ല അല്ലെ? ഇപ്പൊ ഒരു വാഹനമാണ് നമ്മൾ റെന്റ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ആ ഒരു കൈവശാവകാശം, അതായത് അത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അവകാശം ആ വാങ്ങുന്ന ആൾക്ക് കിട്ടി, അല്ലെങ്കിൽ റെന്റിന് എടുക്കുന്ന ആൾക്ക് കിട്ടിയാൽ പോലും അതിന്റെ ആ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആ ഉടമസ്ഥന്റെ പേരിൽ തന്നെയായിരിക്കും അല്ലെ? അതിന്റെ ആ ഉടമസ്ഥ അവകാശം മാറുന്നില്ല. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സർ ആൻഡ് ലെസ്സി. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേത്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സർ. ആരാണ് ലെസ്സർ എന്ന് പറയുന്നത്? പേഴ്സൺ ഹു ഗീവ്സ് എക്യുപ്മെന്റ് ഫോർ ലീസ്. ലീസിന് അല്ലെങ്കിൽ പാട്ടത്തിന് ഉപകരണങ്ങൾ നൽകുന്ന വ്യക്തിയാണ് ലെസ്സർ എന്ന് പറയുന്നത്. ആരാണ്? പേഴ്സൺ ഹു ഗീവ്സ് എക്യുപ്മെന്റ് ഫോർ ലീസ്. ലീസിന് ഉപകരണങ്ങൾ അല്ലെങ്കിൽ എന്താണ് പാട്ടത്തിന് അല്ലെങ്കിൽ റെന്റിന് വാടകയ്ക്ക് ഉപകരണങ്ങൾ നൽകുന്ന വ്യക്തിയാണ് ലെസ്സർ എന്ന് പറയുന്നത്. Then ലെസ്സി എന്ന് പറഞ്ഞാൽ ആരാ? പേഴ്സൺ ഹു അക്വയർ എ പർട്ടിക്കുലർ എക്യുപ്മെന്റ്. ആ ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തി, ആ ഒരു പ്രത്യേക ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തി ആരാണോ അവരാണ് ലെസ്സി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു റെന്റിന് ഒരു കാർ എടുക്കുമ്പോ ആ കൊടുക്കുന്നത്, അതായത് ഉടമസ്ഥൻ ആരാണോ അവരാണ് ലെസ്സർ എന്ന് പറയുന്നത്. അവരാർക്ക് നൽകുന്നു? റെന്റിന് എടുക്കുന്ന വ്യക്തിക്ക് ആ ഉപകരണം നൽകുന്നു അല്ലെ? അപ്പൊ ആ റെന്റിന് എടുക്കുന്ന വ്യക്തി ആരായി? ലെസ്സിയായി അല്ലെ? ആ ഉപകരണം, ആ ഒരു എക്യുപ്മെന്റ് എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവരവിടെ ലെസ്സിയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ആരാണ് ലെസ്സർ എന്ന് പറയുന്നത്? ആ ഉപകരണം വാടകയ്ക്ക് നൽകുന്ന വ്യക്തി ആരാണോ അതാണ് ലെസ്സർ എന്ന് പറയുന്നത്. ലെസ്സി എന്ന് പറയുമ്പോൾ ആരാ? അത് സ്വീകരിക്കുന്ന ആള്, അല്ലെങ്കിൽ ആ ഉപകരണം വാങ്ങുന്ന ആളാണോ അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന ആളാണോ അതാണ് ലെസ്സി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ അമൃത? അമൃത ക്ലിയർ ആയോ? ഓക്കെ. നോക്കി ലീസ്. അപ്പൊ ഇവര് തമ്മിലാണ് അല്ലെ? ലെസ്സറും ലെസ്സിയും തമ്മിൽ. ഇവർ ആരാണെന്ന് മനസ്സിലായാലേ നെക്സ്റ്റ് വരുന്നതിൽ നമ്മൾ ആ ഒരു വേർഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടാ. അപ്പൊ അത് ആ വേർഡ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ലെസ്സർ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന ആളാണ്, വിൽക്കുന്ന ആളാണ് അല്ലെ? അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണ്. ലെസ്സി എന്ന് പറയുമ്പോൾ അത് വാടകയ്ക്ക് വാങ്ങുന്ന ആളാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവര് തമ്മിലാണ് ആ ഒരു ലീസിങ് നടക്കുന്നത് അല്ലെ? ഒരാൾ കൊടുക്കുന്നു, മറ്റൊരാൾ വാങ്ങുന്നു. അവർ തമ്മിലാണ് ആ ഒരു ബന്ധം നിലനിൽക്കുന്നത്. നോക്കി, ലീസിങ് ഈസ് ഡൺ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ്. ഇനി ഈ ഒരു വാടകയ്ക്ക് എടുക്കുന്ന പല റീസൺസ് കൊണ്ടാവാം അല്ലെ? ചിലപ്പോ പണത്തിന്റെ അല്ലെങ്കിൽ ഫണ്ടിന്റെ കുറവ് മൂലം അല്ലെ? പണത്തിന്റെ അഭാവം മൂലം നമുക്ക് എന്ത് ചെയ്യാം? ലീസിന് സാധനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരാം അല്ലെ? അല്ലെങ്കിലോ ഫോർ ഡൂയിങ് എക്സ്പെരിമെന്റ്സ്, പരീക്ഷണങ്ങൾ നടത്തുന്നതിന്, അതായത് ആസ് എ ടെസ്റ്റ് റൺ പോലെ ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ എടുക്കേണ്ടതായിട്ട് വരാം, ലീസിന് സാധനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരാം. ആൻഡ് ആസ് പെർ ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ എക്യുപ്മെന്റ് ഈസ് നീഡഡ്. എത്ര ഡ്യൂറേഷൻ അല്ലെങ്കിൽ എത്ര സമയത്തേക്ക് അല്ലെങ്കിൽ എത്ര കാലയളവിൽ ഈ ഒരു ഉപകരണം നമുക്ക് ആവശ്യമാണ് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഉപകരണം ലീസിന് വേണ്ടി എടുക്കാം. ഇപ്പൊ നമ്മുടെ കല്യാണ വീടുകൾ നമ്മൾ പറഞ്ഞില്ലേ, ജനറേറ്റർ കാര്യങ്ങളൊക്കെ ലീസിന് എടുക്കും അല്ലെ? വാടകയ്ക്ക് എടുക്കാറില്ലേ? അപ്പൊ അതെന്തിനു വേണ്ടിയാണ് അത് വാടകയ്ക്ക് എടുക്കുന്നത്? അവർക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം വാങ്ങിച്ചൂടെ? എന്താ അവര് വാടകയ്ക്ക് എടുക്കാനുള്ള കാരണം? നമുക്ക് അധികം സമയത്തേക്ക് ഇത് വേണ്ട അല്ലെ? ആ ഒരു പരിപാടി കഴിയുന്നത് വരെ നമുക്ക് ആ ഒരു ജനറേറ്റർ ഉപയോഗം പോരെ. അപ്പൊ നമ്മൾ അതൊന്ന് പുതിയത് വാങ്ങാന്ന് പറയുന്നത് നമുക്ക് നഷ്ടമല്ലേ അല്ലെ? നമ്മൾ പിന്നീട് അത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യം വരുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവരൊരെണ്ണം വാടകയ്ക്ക് എടുക്കും അല്ലെ? അതുപോലെ ഇവിടെയും എത്ര നാളാണോ അത് ഉപയോഗിക്കേണ്ടി വരുന്നത്, ആ ഒരു ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആ ഒരു കാലയളവ് എത്രയാണ്, അതിനു വേണ്ടി ആ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം നമുക്കത് മതിയാവും. അതുകൊണ്ടാണ് അത് ഈ ഒരു വാടകയ്ക്ക് എടുക്കുന്നതിന്റെ ഒരു കാരണമാണ്. നെക്സ്റ്റ് വരുന്നതാണ് ടു അവോയ്ഡ് ഹ്യൂജ് ലീഡ് ടൈം. ഒരുപാട് ഡെലിവറി ടൈംസ് ഒക്കെ വരികയാണെങ്കിൽ, ഇപ്പൊ ഒരു ഉപകരണം നമുക്ക് പുതിയൊരു ഉപകരണം
വരുത്തി എടുത്ത് പുതിയൊരു ഉപകരണം വന്ന് നമുക്കത് പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് സമയം ആവശ്യമായി വരികയാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം ലീസിന് വേണ്ടി എടുക്കാം. അല്ലെങ്കിലോ ഫോർ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് അല്ലെ, താൽക്കാലികമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ലീസിങ്ങിനുള്ള ഉപകരണങ്ങൾ എടുക്കാവുന്നതാണ്. ഓർ വെൻ ദി ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് അവൈലബിൾ ഓൺലി ഓൺ ലീസ്. ഇനി അല്ലെങ്കിലോ ഒരു പുതിയതോ അല്ലെങ്കിൽ പഴയതോ നമ്മൾ അന്വേഷിച്ചിട്ട് യാതൊരു വിധത്തിലും അത് കിട്ടുന്നില്ല, അത് എങ്ങനെയാ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ, ഇങ്ങനെയുള്ള വാടകയ്ക്ക് കൊടുക്കുന്നിടത്ത് മാത്രമേ നമുക്ക് അത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുള്ളൂ എന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ലീസിങ്ങിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ലീസ് ഉപകരണങ്ങൾ നമുക്ക് ലീസിങ്ങിലൂടെ എടുക്കാവുന്നതാണ്. അപ്പൊ എന്തൊക്കെയാ, നമ്മുടെ ആ ഒരു പണത്തിന്റെ ദൗർലഭ്യം മൂലം അല്ലെങ്കിൽ ലഭ്യത കുറവ് മൂലം നമ്മൾ ചിലപ്പോൾ വാടകയ്ക്ക് എടുക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ എക്സ്പീരിമെന്റുകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ എത്ര കാലയളവിൽ വളരെ കുറഞ്ഞ കാലയളവിൽ നമുക്ക് അത് ഉപയോഗിച്ചാൽ മതിയെങ്കിൽ അതുകൊണ്ട് ആ ഒരു റീസൺ മൂലം നമ്മൾ വരുമ്പോൾ വാടകയ്ക്ക് എടുക്കും. അതുപോലെ ഒരു ഹ്യൂജ് ലീഡ് ടൈം കുറയ്ക്കാനായിട്ട് നമുക്കത് വാടകയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു ടെമ്പററി താൽക്കാലികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വാടകയ്ക്ക് എടുക്കാം. അല്ലെങ്കിലോ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്, ഇങ്ങനെയുള്ള ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് വാടകയ്ക്ക് മാത്രമേ നമുക്ക് ലഭ്യമാകുന്നുള്ളൂ, അല്ലാതെ നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ പഴയ ഒരെണ്ണം അന്വേഷിച്ചിട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല, അത് വാടകയ്ക്ക് മാത്രമേ ലഭ്യമാകുന്നുള്ളൂ എങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആണോ അത്? Okay, then advantages of leasing. ഇനി ഒരു ലീസിംഗ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കിയേ. സ്മോൾ ഇനിഷ്യൽ ഔട്ട്ലേസ് റിക്വയർഡ് അല്ലെ, ചെറിയ മുതൽ മുടക്ക് മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ അല്ലെ, ഒരുപാട് തുകയൊന്നും നമ്മൾ ചിലവാക്കേണ്ട. ഒരു പുതിയൊരു ഉപകരണം വാങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു പഴയതാണെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള വാങ്ങുന്നതിന്റെ അത്രയൊന്നും നമുക്ക് ചിലവ് വരുന്നില്ലല്ലോ, ചെറിയ ചിലവ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അല്ലെ. Then risk of obsolescence is lessened. എന്താ, കാലഹരണപ്പെടുന്ന എന്നുള്ള ഒരു സാധ്യത അല്ലെ, ഒരു ഔട്ട്ഡേറ്റഡ് ആവുന്നു, എന്താ അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻഡ് ആവുന്നു, അങ്ങനെ ഒരു കാലഹരണപ്പെടുന്നതിനുള്ള ആ ഒരു റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യത കുറയ്ക്കാൻ പറ്റും. ആൻഡ് മെയിൻ്റനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസ്സർ ആൻഡ് ലെസ്സി ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് ദ എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസ്സൻഡ്. എന്താ, ഇനി ഈ ഒരു ഉപകരണത്തിന്റെ മെയിൻ്റനൻസ് ആർക്ക് ചെയ്യാം, രണ്ടു കൂട്ടർക്കും ചെയ്യാം അല്ലെ, ലെസ്സറിനും ചെയ്യാം, ലെസ്സിക്കും ആ ഒരു സാധനത്തിന്റെ മെയിൻ്റനൻസ് ചെയ്യാവുന്നതാണ്. ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് ദ എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസ്സൻഡ്. അതുപോലെ ഈ ഒരു ഉപകരണത്തിന്റെ സംഭരണം ആൻഡ് ലീഡ് ടൈം, അതുപോലെ ഇത് ഡെലിവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സമയം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ലീസിംഗിന് എടുക്കുന്നത് വഴി കുറയ്ക്കാനായിട്ട് പറ്റും. എന്താണ് ഒരു അഡ്വാൻറ്റേജ് ഓഫ് ലീസിംഗ് എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് ചിലവായ അല്ലെ, മുതൽ മുടക്ക് അല്ലെങ്കിൽ ഇനിഷ്യൽ ഔട്ട്ലേ എന്ന് പറയുന്നത് വളരെ ചിലവ് എന്ന് പറയുന്നത് നമുക്ക് വളരെ മുതൽ മുടക്ക് വളരെ കുറച്ച് മതിയാവും അല്ലെ, ആവശ്യമായിട്ട് വരുന്നുണ്ടോ. രണ്ടാമതായിട്ട് പറയുന്നത് റിസ്ക് ഓഫ് ഒബ്സൊലസൻസ് ഈസ് ലെസ്സൻഡ്. എന്താ, കാലഹരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള സാധ്യതകളൊക്കെ എന്ത് ചെയ്യുന്നു, അപകട സാധ്യതകൾ കുറയ്ക്കുന്നു. അതായത് ഔട്ട്ഡേറ്റഡ് ആയി പോവുക, ഓൾഡ് ഫാഷൻഡ് ആയി പോവുക, അങ്ങനെയൊന്നും നമുക്ക് ഈ ഒരു വാടകയ്ക്ക് എടുക്കുന്നത് കൊണ്ട് വരുന്നില്ല അല്ലെ. നെക്സ്റ്റ് ആണ് മെയിൻ്റനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസ്സർ ആൻഡ് ലെസ്സി. മെയിൻ്റനൻസ്, ആ ഒരു ഉപകരണത്തിന്റെ മെയിൻ്റനൻസ് രണ്ടു കൂട്ടർക്കും ചെയ്യാം, ലെസ്സറിനും ചെയ്യാം, ലെസ്സിക്കും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ഉപകരണത്തിന്റെ സംരംഭം അല്ലെ, പ്രൊക്യൂർമെന്റ്, സംഭരണം, അതുപോലെ ലീഡ് ടൈം, അത് ഡെലിവറി ചെയ്യാൻ എടുക്കുന്ന സമയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാടകയ്ക്ക് ലീസിംഗിന് എടുക്കുന്നത് വഴി കുറയ്ക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ്? ഓക്കെ, നെക്സ്റ്റ് രണ്ടെണ്ണം അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് ആ ഒരു പറഞ്ഞിരിക്കുന്ന ആ ഒരു പോയിന്റ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. എന്താണ് ഔട്ട്ലേ? എന്താണ് ഔട്ട്ലേ? an amount of money spent on something. ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ തുക ചിലവാക്കുന്നില്ലേ? അപ്പൊ എന്തിനായിരിക്കും സ്പെൻഡ് ഓൺ സംതിങ്, എന്തിനെങ്കിലും നമ്മൾ ചിലവാക്കുന്ന തുകയാണ് എന്തെന്ന് പറയുന്നത്, ഒരു സാധനം വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു സാധനത്തിന് നമ്മൾ ചിലവാക്കുന്ന തുകയാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. എന്താണ് ഒരു ഔട്ട്ലേ എന്ന് പറയുന്നത്? എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഓൺ സംതിങ്. ഒരു സാധനത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന തുകയാണ് എന്തെന്ന് പറയുന്നേ, ഔട്ട്ലേ എന്ന് പറയുന്നത്. ഇനി ഒബ്സൊലസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ഔട്ട്ഡേറ്റഡ് ഓർ ഓൾഡ് ഫാഷൻഡ് ആൻഡ് നോ ലോങ്ങർ യൂസ്ഡ്. ലോങ്ങർ യൂസ്ഡ് മുകളിൽ വരുന്നതാണ് കേട്ടോ, നോ ലോങ്ങർ യൂസ്ഡ്. ഇതെന്താ? പ്രോസസ് ഓഫ് ബിക്കമിങ് ഔട്ട്ഡേറ്റഡ്. എന്താ? കാലഹരണപ്പെട്ടതോ
പഴയതോ ആയതും ഇനി ഉപയോഗിക്കാൻ പറ്റാത്തതുമായ ഒരു പ്രക്രിയയാണ്. അതായത് ആ ഒരു ഉപകരണം എന്താണ്, ഔട്ട്ഡേറ്റഡ് ആയി അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻഡ് ആയി, അല്ലെങ്കിൽ ഇനി നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഒബ്സൊലസൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് രണ്ടും ഔട്ട്ലേ ആണ്. ഒബ്സൊലസൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡെഫിനിഷൻ പോലെ അത് തന്നെ എഴുതിയാൽ മതി കേട്ടോ. ജസ്റ്റ് അത് മുകളിൽ പറഞ്ഞിരിക്കുന്ന വേർഡ് എന്താണെന്നുള്ളത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് നോക്കാം. നോക്കിയേ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ്. ഹി ഈസ് ദ ലെസ്സർ. ലെസ്സറിന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ LESSOR ആണ് കേട്ടോ. അവിടെ വരുന്ന ലെസ്സർ എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് E ആണ് വന്നിരിക്കുന്നത്, O ആക്കുക കേട്ടോ. He is the lessor who controls the equipment. ഇനി ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ? നമ്മൾ ആ ഒരു ഉപകരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റേഞ്ചിന് ഒരു കാർ എടുത്താൽ പോലും അതിന്റെ മുഴുവൻ കൺട്രോൾ എന്ന് പറയുന്നത് ആരുടെ കയ്യിൽ തന്നെയായിരിക്കും? ആരുടെ കയ്യിലായിരിക്കും? നമ്മളത് വാടകയ്ക്ക് എടുത്താലും അതിന്റെ ആ ഒരു കൺട്രോളിങ് എന്ന് പറയുന്നത് ആരുടെ? ഓണറിന്റെ കയ്യിലായിരിക്കും അല്ലെ. ഇവിടെ ലെസ്സറിന്റെ കയ്യിലായിരിക്കും ഈ ഉപകരണത്തിന്റെ എന്തെന്ന് പറയുന്നത്? കൺട്രോൾ, നിയന്ത്രണം എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് ലെസ്സർ ഹാസ് ദ അസസ് ടു ദ എക്വിപ്മെന്റ് ഇൻസ്പെക്ഷൻ അല്ലെ. ആ ഒരു ഉപകരണത്തിന് എന്തെങ്കിലും കാര്യമായ മെയിൻ്റനൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കാനായിട്ടും അത് വിലയിരുത്താനായിട്ടുമുള്ള അധികാരം ആർക്ക് തന്നെയായിരിക്കും? ആർക്കാണ് ഉണ്ടാവുക? അവർക്ക് തന്നെയായിരിക്കും, ആ ഓണറിന് തന്നെയായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ആ ലെസ്സറിന് തന്നെയായിരിക്കും. ആ ലെസ്സർ ഹാസ് ദ റൈറ്റ് ടു സീസ് ദ ലീസ് പീരീഡ്. അതുപോലെ ഇവര് ലീസിന് വേണ്ടി ഒരു പീരീഡ് ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോ ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര നാള് മുതൽ ഇത്ര നാള് വരെ, ചിലപ്പോ ഒരു 3 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്കൊക്കെ ഒരു ടൈം പീരീഡ് ഇട്ടിട്ടുണ്ടാവും അല്ലെ. ആ ഒരു ടൈം പീരീഡിനുള്ളില് ഇവർക്ക് എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളോ അവർ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു കരാറ് അല്ലെങ്കിൽ ആ ഒരു ലീസ് പീരീഡിനെ നിർത്തലാക്കാനുള്ള ഒരു അധികാരം ആർക്കുണ്ടാവും? ഈ ലെസ്സറിന് ഉണ്ടായിരിക്കും. 3 ഡിസഡ്വാൻറ്റേജസ് ആണ് ഇതിൽ പറയുന്നത്. ലെസ്സർ എന്ന് പറയുന്ന വ്യക്തി തന്നെയായിരിക്കും ആ ഒരു ഉപകരണത്തിന്റെ എല്ലാ നിയന്ത്രണവും ആദ്യം മുതൽ ഇപ്പോൾ നമ്മളൊരു റേഞ്ചിൽ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്താൽ പോലും അതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിൽ തന്നെയായിരിക്കും? ആ ലെസ്സറിന്റെ കയ്യിൽ തന്നെയായിരിക്കും. രണ്ടാമതായി പറഞ്ഞത് ആ ഒരു ഉപകരണവുമായി ബന്ധപ്പെട്ട കംപ്ലൈൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും വിലയിരുത്താനുമുള്ള അധികാരവും ലെസ്സറിനാണ്. മൂന്നാമതായി പറഞ്ഞത് ലെസ്സറിന് ഈ പറയുന്ന ലീസ് പീരീഡിനുള്ളിൽ അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഇവർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലീസ് പീരീഡിനുള്ളിൽ ഈ ലീസിംഗ് എന്ന് പറയുന്ന കാര്യം നിർത്തലാക്കാനും സീസ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരവും ലെസ്സറിനുണ്ടായിരിക്കും. അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഉപകരണം ശരിയായ രീതിയിൽ ഇവർ ഉപയോഗിക്കുന്നില്ല, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കരാറ് പ്രകാരം ഒന്നുമല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ആ ഒരു കരാർ അവിടെ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നിർത്തലാക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് ഓക്കെ ആണോ? ഓക്കെ, ദെൻ ഒരു പോയിന്റും കൂടിയാണ് അതിലുള്ളത്. ഷെയർഡ് സർവീസസ് ആർ ഡൺ ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്, ദാറ്റ് ഈസ് ഇൻസിനറേറ്റർ, ആൻഡ് ലോണ്ടറി സർവീസസ്, ദാറ്റ് ഈസ് വാഷിംഗ് മെഷീൻസ്. കണ്ടിട്ടില്ലേ? ഷെയർഡ് ഹോസ്പിറ്റൽ വേസ്റ്റ്, സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ പഠിച്ചേരെ. ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഇൻസിനറേറ്റേഴ്സ്, നമ്മുടെ ആ ഒരു വേസ്റ്റ് ഒക്കെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ലോണ്ടറി സർവീസ് അല്ലെ, വാഷിംഗ്, നമ്മുടെ ലോണ്ടറി സർവീസ് പഠിച്ചതല്ലേ. അവിടെ വാഷിംഗ് മെഷീനൊക്കെ ഇല്ല, നമ്മുടെ ആ ഹോസ്പിറ്റലിൽ സൗകര്യം ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് തുക ചിലവാക്കേണ്ടി വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും? പുറത്ത് ആളുകളുമായിട്ട് എന്ത് ചെയ്യും? കരാറുകളിലൂടെ നമ്മൾ ഇത് ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഷെയർഡ് സർവീസസ് ഇതിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെയുള്ള ലീസിന് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു വിഭാഗം മാത്രം പുറത്തുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? വാടകയ്ക്ക് നൽകി അല്ലെങ്കിൽ ലീസിന് നൽകി ആ ഒരു വഴി എന്ത് ചെയ്യുന്നു? ആ പ്രവർത്തനങ്ങൾ നടത്തുന്നു അല്ലെ. അത് ഇതിന്റെ ഉള്ളിൽ വരുന്ന 2 കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? അത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ അല്ലെ, ഷെയർഡ് സർവീസിന്റെ കാര്യം കേട്ടോ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? 3 വഴിയിലൂടെയാണ് നമുക്കൊരു സ്ഥാപനത്തിലേക്ക് ഒരു ഐറ്റം കിട്ടുന്നത്. ഒന്ന് പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്വിപ്മെന്റ് നമ്മൾ പറഞ്ഞു, പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓൾഡ് എക്വിപ്മെന്റ് പറഞ്ഞു, ബൈ ലീസിംഗ് പറഞ്ഞു. ഈ 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്വിപ്മെന്റ്, ഒരു ഉപകരണത്തിന്റെ സെലക്ഷൻ അതുപോലെ സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചൊരു പോയിന്റ്സ്, ആ ഒരു 5 പോയിന്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.
ഫസ്റ്റ് വൺ എന്താ? സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ. ഓരോ ഉപകരണത്തിന്റെയും ആവശ്യകതകൾ എന്താണ്, അല്ലെ? ഓരോ ഉപകരണത്തിനെ കുറിച്ചും ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് ശുപാർശ ചെയ്യുന്ന ഉപകരണങ്ങൾ എന്താണ്, അതിന്റെ ആവശ്യകതകൾ എന്താണ് മനസ്സിലാക്കി അതിന് പ്രകാരമായിരിക്കണം ഈ ഉപകരണങ്ങൾ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമതായിട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ എഫക്ട് ഓഫ് ആഫ്റ്റർ സെയിൽ സർവീസ് ആൻഡ് സ്പെയർസ് അവൈലബിലിറ്റി. ഇനി എന്താ? വിൽപ്പനാനന്തര സർവീസുകൾ ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഒക്കെ അവൈലബിൾ ആണോ, ലഭ്യമാണോ എന്നുള്ള കാര്യം കൂടി പരിഗണിച്ചായിരിക്കണം അവിടെ ഓരോ സെലക്ഷനും നടത്തേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ എപ്പോഴും നമ്മൾ എന്താ, ആ ഒരു ഉപകരണം വാങ്ങിച്ചാൽ പോരാ, അത് കഴിഞ്ഞ് അതിന്റെ സ്പെയർ പാർട്സ് കാര്യങ്ങൾ കംപ്ലൈന്റ് വരുമ്പോൾ അത് നമുക്ക് ലഭ്യമാണോ എന്ന് നോക്കണം. അതുപോലെ സർവീസുകൾ, അത് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട സർവീസുകൾ ഈ വിൽപ്പന കഴിഞ്ഞ് സെയിൽസ് കഴിഞ്ഞ് അവർ തരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു ഉൽപ്പന്നം സെലക്ട് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് അതെന്ത് ചെയ്യും, ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ഇൻസ്റ്റലേഷൻ ചെയ്യാം, അല്ലെ? അവിടെ എന്ത് ചെയ്യാം, സ്ഥാപിക്കാം. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം അല്ലെങ്കിൽ എന്താ, കാലിബ്രേഷൻ നടത്തുക, എന്താ, ഒത്തുനോക്കുക. പ്രവർത്തനങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഓക്കെ ആണോ എന്നുള്ളത് ഒത്തുനോക്കുക. അതുപോലെ ഈ പ്രവർത്തനം, ആ ഒരു സാധനം സ്ഥാപിച്ചത് കൊണ്ട് കാര്യമുണ്ടോ, അതിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളത് അവിടെ ജീവനക്കാർക്ക് അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കണം, അല്ലെ? അപ്പൊ അതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക, ടെസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി. മാനുഫാക്ചേഴ്സ് മാനുവൽ കിട്ടാറുണ്ടോ? നമ്മൾ പുതിയ ഒരു ഫാനോ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഏതൊരു ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് വാങ്ങുമ്പോഴും അതിന്റെ കൂടെ ഒരു മാനുവൽ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതെങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ മെയിൻ്റനൻസ് ചെയ്യാം, അല്ലെ? കണ്ടിട്ടില്ലേ അത്? മാനുവൽസ് ടിവിയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീൻ എന്തും ആയിക്കോട്ടെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അവരുടെ ആ മാനുഫാക്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മാനുവൽ ഉണ്ടാവും ആ ഒരു ബോക്സിന്റെ ഉള്ളില്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കണം. ഡൽഹിയിലൊക്കെ വാങ്ങുമ്പോ അവരെന്താ അതിൽ പറയാ, അത് ആ ഓരോ ഭാഗങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അവർ അണ്ടർലൈൻ ചെയ്ത് നമുക്ക് ഓരോ ഭാഗങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതെങ്ങനെ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കണം, അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെ? അതെങ്ങനെ മെയിൻ്റനൻസ് ചെയ്യണം എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഇങ്ങനെയുള്ള മാനുഫാക്ചേഴ്സ് മാനുവൽ ലഭ്യമാണോ എന്നത് കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പർച്ചേസിങ്ങിന് വേണ്ടി ഒരു സാധനം സെലക്ട് ചെയ്യാനും അത് സംഭരിക്കാനും. ക്ലിയർ ആണോ? 5 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താ ഫസ്റ്റ് പറഞ്ഞത്? എപ്പോഴും ആ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ റെക്കമെൻഡേഷൻ ശുപാർശകൾക്കനുസരിച്ച് അതിന്റെ ആവശ്യകതകൾക്കനുസരിച്ചായിരിക്കണം ഒരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുന്നത്, പർച്ചേസിങ്ങിന് വേണ്ടി ഒരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുന്നത്. ഇനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ ഉപകരണം നമ്മൾ വാങ്ങിയാൽ, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ് വന്നാൽ സ്പെയർ പാർട്സ് ഒക്കെ അതിന് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കണം. അതുപോലെ ആഫ്റ്റർ സെയിൽസ് വിൽപ്പനാനന്തരം അവർ മുഖേന നമുക്ക് സർവീസുകൾ ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം അവിടെ എന്ത് ചെയ്യേണ്ടത്, പർച്ചേസിങ് ചെയ്യേണ്ടത്. അങ്ങനെ പരിഗണിച്ച് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നു, അത് സ്ഥാപിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഒത്തുനോക്കുന്നു. ഇനി ഇത് പ്രവർത്തിക്കണമെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യണം, നല്ല ട്രെയിനിങ്ങുകൾ കൊടുക്കണം, അല്ലെ? അതുപോലെ ടെസ്റ്റിംഗ് കാര്യങ്ങളും ചെയ്ത് നോക്കണം. ഇനി ഇതെല്ലാം അങ്ങനെയുള്ള ട്രെയിനിങ് കാര്യങ്ങളും ചെയ്ത് മാത്രമല്ല ആ ഒരു ഉപകരണം കൃത്യമായിട്ട് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാനുഫാക്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള മാനുവൽ ലഭ്യമാണോ എന്നത് കൂടി മനസ്സിലാക്കിയായിരിക്കണം ഒരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യാനും അത് സംഭരിക്കാനും. ക്ലിയർ ആയോ? ആ ഒരു 5 പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയാൽ നമുക്ക് അത് കുറച്ച് പോയിന്റ്സ് ഉണ്ട് പറഞ്ഞു തരാനായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇത്രയും വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാം വായിച്ച് മനസ്സിലാക്കി വരാം കേട്ടോ. ഓക്കെ ആണല്ലോ അല്ലെ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ടാക്സ് ലൈഫ് ആണോ? ടാക്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒന്നും ടാക്സ് ലൈഫിൽ വ്യത്യാസമൊന്നുമില്ല. അതായത് ഇപ്പൊ ഒരു മെഷീൻ നമ്മൾ വാങ്ങി, ആ ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാല് എത്ര നാള് കൊണ്ട് ആ മെഷീൻ വാങ്ങിയ തുക നമുക്ക് തിരികെ കിട്ടും. നമ്മളൊരു എന്താണ്, നമ്മളിപ്പോ ഒരു എക്സ്റേ മെഷീൻ, അതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ എക്സ്റേ മെഷീൻ നമ്മൾ ഒരു 50,000 രൂപ കൊടുത്ത് വാങ്ങിയെന്ന് വിചാരിക്കാം. ആ ഒരു 50,000 രൂപ നമ്മൾ അതിന് വേണ്ടി മുതൽ മുടക്കി വാങ്ങിയാൽ ആ ഒരു 50,000 രൂപ നമുക്ക് ആ ഒരു മെഷീനിൽ നിന്ന് അതിന്റെ മെഷീൻ ഉപയോഗിച്ചാലല്ലേ നമുക്ക് ആ ഒരു തുക തിരികെ കിട്ടുള്ളൂ.
അല്ലെ? ആ മെഷീന്റെ വർക്കുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു 10 പേര് ഒരു 10 20 പേഷ്യൻസ് ആ ഒരു എക്സ്റേ എടുക്കാൻ വേണ്ടി അവിടെ വന്നാൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് തുക കിട്ടും അല്ലെ? അങ്ങനെ എത്ര വർഷം കൊണ്ട് ഈ മുതൽ മുടക്കിയ ആ ഒരു 50,000 രൂപ നമുക്ക് ആ ഒരു ഉപകരണത്തിൽ നിന്ന് തിരിച്ചു കിട്ടും. അതാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അമൃത? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കി വരാം കേട്ടോ. താങ്ക് യു. Thank you, Miss.